നാടൻ വിഭവമാണ് കേട്ടോ മുരിങ്ങാത്തോരൻ. അത് നാടൻ മട്ടരിച്ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിച്ചാൽ അടിപൊളിയാണല്ലേ. എനിക്ക് ഇങ്ങനെ കഴിക്കാനാട്ടോ ഇഷ്ടം, വേറെ കറികളൊന്നും കഴിക്കാതെ മുരിങ്ങാത്തോരൻ മാത്രം കുഴച്ച് കഴിക്കാൻ. അതിനായിട്ട് നമുക്ക് മുരിങ്ങയില നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്കുള്ള അരപ്പായിട്ട് ഇത് മാത്രമാണ് കേട്ടോ ഞാൻ കൂട്ടുന്നത്. തേങ്ങയും പച്ചമുളകും മാത്രമാണ് ചതക്കുന്നത്, ഉള്ളിയൊന്നും ഇടാറില്ല. ഞങ്ങൾ പണ്ടോട്ടേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇവിടെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തോരനെ ആവി കയറ്റി ചതച്ചതൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ തൂമിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. 2 ടൈപ്പ് ആയാലും നല്ല ടേസ്റ്റാണ്. 2 രീതിയിലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴത്തെ മക്കളൊന്നും ഇതൊന്നും കഴിക്കൂലല്ലേ. ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കിങ്ങാണ്ട് മക്കൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. നമ്മൾ തന്നെ വാരി കൊടുത്താൽ മതി. ഇതൊക്കെ കുഴച്ചിട്ട് വാരി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ ഇങ്ങനെ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെ കുഴച്ച് വാരി കൊടുക്കലാണ്. അപ്പോൾ അവരറിയാതെ കണ്ട് കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകൊണ്ട്. പിന്നെ 24 മണിക്കൂറും ഫോണിൽ എന്ന് പറഞ്ഞ മാതിരിക്കല്ലേ ഇപ്പോഴത്തെ മക്കൾ. അപ്പോൾ അവരുടെ കണ്ണിനൊക്കെ ആരോഗ്യം കൂട്ടാനൊക്കെ ഇത് നല്ലതാട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ തോരനക്ക് ചതവൊക്കെ ഇട്ടുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കണം അടച്ചു വെച്ചുകൊണ്ട്. അപ്പോൾ ആവിയൊക്കെ കയറി നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വിഭവമായ മുരിങ്ങാത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. താങ്ക്